ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ ഫൈറ്റ സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് സ്കൂളിലെല്ലാം എന്താ പറയുക ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാനും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ പാപ്രിക്ക ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഉണ്ടല്ലോ, അതിട്ടാലും മതി, ഒരു 2 ടീസ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. പിന്നെ ഗാർലിക് പൗഡർ 1 ടീസ്പൂൺ. ഇനി അതും ഇല്ലെങ്കിൽ ഗാർലിക് ചോപ്പ് ചെയ്തിട്ട് ഇട്ടാലും മതി, അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ പാസ്ലയും ഒറിഗാനോ എന്തായാലും വേണം. ഇതിൻ്റെ ഫ്ലേവറാണ് ഇതിൻ്റെ എന്താ പറയുക ഒരു ടേസ്റ്റ് കൂട്ടുന്നത്. പാസ്ലയെല്ലാം പിന്നെ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇതെല്ലാം ഇട്ടിട്ട് മിക്സ്. എന്നിട്ട് ഇതൊരു 30 മിനിറ്റ്സ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. പിന്നെ ഇത് പാൻ ചൂടായി, അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. അതിൽ ഓയിൽ ഒഴിക്കുക, എന്നിട്ട് ചിക്കൻ ഇതിലിട്ട് കൊടുക്കുക. ഇതിലിട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊരു എന്താ പറയുക മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇതിപ്പം ചിക്കനെല്ലാം ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. വലിയ പീസിലുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ അതൊന്ന് എന്താ പറയുക കട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു ഹാഫ് ഉള്ളി ചോപ്പ് ചെയ്തത് ഇടണം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉള്ളി അധികം എന്താ പറയുക വാടൊന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം, അതും എന്തായാലും ഇടണം. പിന്നെ ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസ് ഉണ്ടല്ലോ, അത് ഒഴിക്കുക, അല്ലെങ്കിൽ സാധാ ചില്ലി സോസ് ആയാലും മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അത് ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഫില്ലിങ് അവിടെ മാറ്റി വെക്കാം. അങ്ങനെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ സൈസ് ബ്രെഡ് തന്നെ എടുത്ത് അതിലേക്ക് മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക 2 സൈഡിലും. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ആദ്യം ബ്രെഡ് ഒന്ന് ബട്ടറിൽ ഒരു സൈഡ് നമുക്കൊന്ന് എന്താ പറയുക ടോസ്റ്റ് ചെയ്തെടുക്കുക വേണമെങ്കിൽ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നിട്ട് അതിലോട്ട് നമുക്കിതാ ഫില്ലിങ് വെച്ച് കൊടുക്കാം നിറച്ചും. പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് മൊസറല്ല ചീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ലൈസ് ചീസോ അങ്ങനെ എന്തെങ്കിലും ചീസ് വെച്ച് കൊടുക്കുക. ഫുള്ളൊന്ന് ചീസ് കൊണ്ടൊന്ന് കുറച്ച് കവർ ചെയ്യണം. എന്നിട്ട് മറ്റേ ബ്രെഡ് കൊണ്ട് ഇതൊന്നവിടെ മൂടിക്കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ മേലെ ബ്രെഡിൻ്റെ മുകളിൽ കുറച്ചുകൂടി ചീസ് ഇട്ട് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്നത്. എന്നിട്ട് ആ ചീസിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലെക്സും പിന്നെ ഒരു പിഞ്ച് ഒറിഗാനോ അതൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ബട്ടറൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ മറിച്ചിടുന്നില്ലല്ലോ, അപ്പോൾ ബട്ടറും കൂടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മേലെ കിടന്ന് ഇങ്ങനെ എല്ലാം കൂടി മെൽറ്റായിട്ട്.
പിന്നെ ഞാനിത് പാനിലാണ് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവനിലും ഉണ്ടാക്കുക. ഒരു എന്താ പറയുക 5-6 മിനിറ്റ് കൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ചീസൊന്ന് മെൽട്ടാകുന്ന വരെ മാത്രം. ഇതിപ്പോൾ ഞാൻ അവനില്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം, അതുകൊണ്ട് ഞാനിങ്ങനെ പാനിലുണ്ടാക്കിയിട്ട് കാണിക്കുന്നത്. ബട്ടർ ഇട്ടിട്ട് അത് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. ചെറിയ തീയിൽ കുറച്ച് എന്താ പറയുക ഒരു 5-10 മിനിറ്റെങ്കിലും വെക്കണം, എന്നാലേ ചീസെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മെൽട്ടാവും. ഇതാ ചീസെല്ലാം ഒന്ന് മെൽട്ടായി നല്ല അടിപൊളിയായിട്ടുണ്ട് സാൻഡ്വിച്ച്. നമുക്കിത് എടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല എന്താ പറയുക അടിപൊളിയായിട്ടുണ്ട്. കാണാനും കഴിക്കാനും എല്ലാം നല്ല സൂപ്പറാണ്. അപ്പം അങ്ങനെ ബാക്കിയുള്ള എന്താ പറയുക സാൻഡ്വിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.